Cartman, I'm killing you. ഇന്ന് ഉച്ചയ്ക്ക് നീ കഴിക്കാൻ കാണുമോ? ഇല്ലമ്മ, ഇന്നൊന്ന് കോളേജിൽ പോയാലോ എന്ന് ആലോചിക്കുക. ഞാൻ കൊണ്ടുവിടണ? കുഴപ്പമില്ല, ഞാൻ പോക്കോളാം. ഇല്ലമ്മേ, ഞാനിന്ന് പോകുന്നില്ല.
decide to be rich today, who gonna stop you? You know, when I see you, spark is coming. There is some spark between us. I feel it too. Really? I love your hat. Are you sure? I love New York. Hey, I like your necklace. Thank you. That's so nice. Can we get married? Sure. Strength So, in do you my wanna go on a date? hands. All that I'm wishing for my friends. Nobody makes it from my ends. I had to bust up the silence. You know you gotta stick by me. I'm from India. Soon as you see the text, reply me. I don't wanna spend time fighting. We got no time, and that's why I need a one dance. Got a Hennessy in my hand. One more time before I go. Higher powers taking a hold on me. I need a one dance. Got a Hennessy in my hand. One more time before I go. Higher powers taking a hold on me. ഹേ ബ്രോ വാട്സ്ആപ്പ് മല്ലുവാണോ? ആ എന്താ ഒന്നും അധികം മിണ്ടാത്തെ? ഏയ് എന്താ മോനൂസേ ഒമേഗലി പരിപാടി? ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാ ഒമേഗിളിൽ. ആ എല്ലാരും ഇങ്ങനെയാ ആദ്യമൊക്കെ. ഏയ് അല്ല, ശരിക്കും ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് വന്നതാ. ഞാൻ ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കയറും. ഇതൊക്കെ ഒരു രസമല്ലേ? താൻ എന്താ ഇങ്ങനെ അധികം ഒന്നും മിണ്ടാറില്ലല്ലോ? ഹേയ്, ഞാനങ്ങനെ പൊതുവെ അധികം സംസാരിക്കാവുന്നതാണ്. ആ കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. എങ്ങനെ? അതൊക്കെ ഉണ്ട്. എല്ലാവരും എങ്ങനെയാ ആദ്യമേ, പിന്നെ സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോൾ വായടിക്കത്തില്ല. പിന്നെ ഓരോരോ ചോദ്യങ്ങളായി. വീട് എവിടെയാ, സ്ഥലം എവിടെയാ, ഫോൺ നമ്പർ തരുമോ, ഇടുന്ന ഡ്രസ്സ് ഏതാ, ഇങ്ങനെയൊക്കെ ഒരു കുറേ മാരെ. ഏയ് കുട്ടി പഠിക്കണ്ട, ഞാനങ്ങനെ ചോദിക്കുന്ന ആളല്ല. ഗുഡ് ബോയ്. തനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല അധികം? അതെന്നെ അങ്ങനെ ചോദിച്ചാൽ? ചുമ്മാ തോന്നി. ഞാനില്ലേ ഒമേഗിൾ കട്ടായ പിന്നെ ഞാനെങ്ങനെ തന്നോട് സംസാരിക്കുക? ദേ തുടങ്ങി. ഭാഗ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മളിനി പിന്നെയും കാണും. എന്നാലും ഞാനിപ്പോൾ എവിടെയില്ലേ, സംസാരിച്ചോ. ആ ഇതേ വരുന്നു. ഇതേ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നേ. ഞാനൊരു കാര്യം വിട്ടുപോയി. എന്താ പേര്? ഞാൻ പേര് ചോദിക്കാൻ മറന്നു. ഓക്കെ ഫിലിപ്പ്, പ്ലീസ് ടേക്ക് കെയർ, ബി ഹാപ്പി ആൻഡ് ബൈ. ഒരു Like a fighter, I am not outsider. I'm a picky blinder. You are my reminder. Play it like a fighter. ഹലോ, നിനക്ക് എന്നെ ഒന്നും വിളിക്കാൻ ഇപ്പം നേരമില്ലല്ലോ. എന്താ? ഞാനിപ്പോൾ എണീക്കുന്നേ ഉള്ളൂ. ഒന്ന് എണീക്കാവോ? നീ കണ്ണി കണ്ട ആൾക്കാരെ പറ്റിച്ചോണ്ട് നടന്നു. നമ്മളെ ഒന്നും ഇപ്പൊ വേണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ലടി, ഇതൊക്കെ ഒരു രസമല്ലേ. യൂട്യൂബ് ആണല്ലോ എൻ്റെ ഫ്യൂച്ചർ. കുന്തം
മുടിവൈ. ഇന്നലെ ഒരു പയ്യനെ കണ്ട്, പാവ, പറ്റിക്കാൻ തോന്നുന്നില്ലായിരുന്നു. എന്നാ പറ്റി? അങ്ങനെയൊന്നും തോന്നേണ്ട ആളല്ലല്ലോ. കണ്ടാലറിയാം ഒരു പാവത്താന. മറ്റുള്ളവരെ പറ്റി എന്താ കെയറിങ്. നമ്മളെ ഒന്നും മൈൻഡ് ഇല്ലല്ലോ ഇപ്പോൾ. മൊത്തം തിരക്കാടി, അതുകൊണ്ടാ. ഓ ശരി. എടാ എനിക്ക് ജോലിക്ക് പോകാൻ ടൈമായി. ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ ബോസ്, ബൈ. ടേക്ക് കെയർ, ബൈ. ഹൈ, എന്തുവാടേ, മലയാളികളൊന്നും ഇല്ലടേ. ഹൈ. നീ ഫുൾ ടൈം ഇത് തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ. വേറെ ഒരു പണിയില്ലല്ലേ? ഏയ് ക്ലാസ്സൊക്കെ ഉണ്ട്. ഇന്ന് ലീവ് എടുത്തു. അപ്പോൾ ഇന്നലത്തെയോ? അല്ല, ഇന്നൊരു സുഖമില്ലായിരുന്നു. ഇതാ. ഇപ്പൊ സുഖം കിട്ടിയോ? അവിടെ എന്താ പരിപാടി? ഇവിടെ ഇല്ല, ഞാൻ ചുമ്മാ ഏതെങ്കിലും വായി നോക്കി കിട്ടുമോ നോക്കിയിരിക്കുക. എന്താ? ഞാൻ ചുമ്മാ ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുമോ നോക്കിയിരിക്കുകയായിരുന്നു. ഓ അങ്ങനെ. അങ്ങനെ. ഞാൻ ലാസ്റ്റ് ടൈം ചോദിക്കാൻ മറന്നുപോയി, എന്താ പേര്? ജോമോൻ. ആ നൈസ് നെയിം. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിലിപ്പോൾ. ആഹാ, അതാണ് നീ ആരോടും ഇങ്ങനെ മിണ്ടാത്തേ? ഏയ് അങ്ങനെയല്ല, ഞാൻ പൊതുവെ അങ്ങനെ അധികം സംസാരിക്കാറില്ല. പിന്നെ നീ എന്നോട് സംസാരിക്കാറുണ്ടല്ലോ. അത് എന്തോ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. എന്തോ ഒരു ബോണ്ട് തോന്നി, അതുകൊണ്ട്. പോകാൻ സമയമായി. പോവാണോ? അപ്പോൾ നമ്മൾ ഇനി എപ്പോൾ കാണും? അത് എടോ, ഞാനിപ്പോൾ വരാവേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. കോപ്പ്. ഹലോ, എന്നാടാ? ഇന്നലെ നിന്നെ രാത്രി വിളിച്ചില്ലായിരുന്നു ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞിട്ട്? അവൻ ഇന്ന് രാവിലെ എന്നെ ഒമേഗളിൽ വിളിച്ചായിരുന്നു. അവനാണ് ഫുൾ ടൈം എന്നെയും കാത്ത് ഒമേഗളിൽ ഇരിക്കുവാണ്. വള്ളിയാണോ? സീൻ വല്ലതും ഉണ്ടോ? അതല്ല, ഞാനൊരു പെണ്ണാന്നോർത്ത് അവൻ ഒമേഗളിൽ എന്നോട് സംസാരിക്കുന്നത്. പുള്ളി ഭയങ്കര ജെന്യൂനാ. നീ അവനോട് പറ, നീ അവനെ പറ്റിക്കുമായിരുന്നു. എടി, അതങ്ങനെ പറയാൻ പറ്റത്തില്ല. അവൻ ഭയങ്കര സെൻസിറ്റീവാ. അതുപോലെ അവന് വേറെ കൂട്ടുകാരും ഇല്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നീ അവനോട് സംസാരിച്ച് കാര്യം പറ. അതെങ്ങനെ ഞാൻ അവനോട് കാര്യം പറയുന്നു? അതുമല്ല, അവൻ എന്നെ നോക്കി ഫുൾ ടൈം ഒമേഗളിൽ ഇരിക്കുക. ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിനാ ഞാൻ നിന്നെ വിളിച്ചേ. എന്തൊരു ഐഡിയ ഉണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, നീ അവന് സ്കൈപ്പ് ID കൊടുക്ക, എന്നിട്ട് അതിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. അത് ശരിയാ, അതാവുമ്പോൾ എൻ്റെ ID കിട്ടത്തുമില്ല, സംസാരിക്കാനും പറ്റും. യാ, ഓക്കെ. എങ്കിൽ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓഡിയോ കട്ടായതാണോ? അല്ല, ഒരു ഫ്രണ്ട് വിളിച്ചു. നമ്മളിപ്പോൾ ഇനി എന്താ കാണുക? നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ സ്കൈപ്പ് ID ഞാൻ നിനക്ക് തരാം, നീ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. എന്നാൽ നീ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കുക, ഞാൻ പോയി നോക്കുക. ശരി, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മീ.
എന്തിനാ ഈ ഫോർമാലിറ്റി ഒക്കെ? എന്നാ see you soon. Bye. ഹലോ. ഹലോ. എടി അതെനിക്ക് ഭ്രാന്ത് പിടിക്കുക. മറ്റേ പയ്യനാണോ റീസൺ? അതെ, അവൻ തന്നെ. അവനിപ്പോൾ മെസ്സേജ് അയച്ചായിരുന്നു. എന്താ പറയുന്നേ? എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹീ സോ ഹാപ്പി ടുഡേ, ഞാൻ കാരണമാ. അത് നല്ല കാര്യമല്ലേ? എടി അവൻ വിചാരിച്ചേക്കുന്നത് ഞാനൊരു പെണ്ണാണെന്നാ. ഞാൻ ചെറുക്കനാന്നറിഞ്ഞ അവന്റെ സന്തോഷം മൊത്തം പോകും. അതിനിപ്പോ നിനക്കെന്താ? അവൻ പോട്ടെ. അങ്ങനെയല്ല, അവൻ വല്ല കടുങ്കയും ചെയ്യാന്നാ, തകർന്നു പോവാൻ. അവന് വേറെ കൂട്ടുകാരും കാര്യം പറ. എത്രയും പെട്ടെന്ന് പറയുന്നു അത്രയും നല്ലത്. ഇനിയിപ്പോ എങ്ങനെയാ ഞാൻ പറയുന്നേ? നാളെ പറയാം. ശരിയാ, എന്തെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇതുപോലെ ഇനി മേലെ ഇങ്ങനത്തെ പരിപാടിയായിട്ട് വന്നേക്കില്ല. വെറുതെ എന്റെ സമാധാനം കൂടെ കളയാനായിട്ട്. നിർത്തി. ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള നീ ഇതുപോലത്തെ പരിപാടി ഒന്നും പിടിക്കണ്ട, കേട്ടല്ലോ? ആവശ്യമില്ലാത്ത ഓരോ ടെൻഷൻ. ഗുഡ് നൈറ്റ്. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഹായ്, ഞാൻ ജോമോളല്ല, ജോമോൻ. ഞാനിത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഐ എം സോറി. ഞാനൊരു യൂട്യൂബറാണ്. ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് ഞാൻ ജോമോളായിട്ട് അഭിനയിച്ചതാണ്. ഐ നോ യു ആർ എ ഗുഡ് ആൻഡ് ജെന്യൂൻ പേഴ്സൺ. അതുകൊണ്ട് എനിക്ക് ഹേർട്ട് ചെയ്യാൻ തോന്നുന്നു. ഐ എം റിയലി സോറി.
എനിക്ക് തൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവും. ഐ എം സോറി ഫോർ യു. എനിക്കൊരു ഗേൾ ഫ്രണ്ട് തന്നെയല്ല, സംസാരിക്കാനൊരു ഫ്രണ്ട്, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ആവാൻ പറ്റുമോ? അതിനെന്താ ബ്രോ, നമ്മൾ ഫ്രണ്ട്സാണല്ലോ.